ക്രിയേറ്റീവ് ജെയിം. ഇന്ന് നമ്മൾ ഒരു പഴയ ബാറ്ററിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഡോൾ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ബാറ്ററി കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ലോങ് വെർഷനും കൂടെ ഇട്ടേക്കാമെന്ന്, സ്ലോ വെർഷനായിട്ട് ഇടാമെന്ന്. അപ്പോൾ നമ്മുടെ ബാറ്ററി കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബാറ്ററിയും, പിന്നെ ഞാനിവിടെ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ടേപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പേപ്പർ ടേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 കോട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുത്താലും മതി. ഗ്ലൂ വെച്ചിട്ട് സാധാരണ പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് 2-3 കവറിങ് കൊടുത്താലും മതി. ഇനി നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കോൾഡ് പോർസിലിൻ ക്ലേ വെച്ചിട്ടാണ് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. കോൾഡ് പോർസിലിൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലേ സാധാരണ എയ്ഡ്രേ ക്ലേ, ഹോം മെയ്ഡ് എയ്ഡ്രേ ക്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാൻ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഉണ്ടാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. എൻ്റെ റെസിപ്പി മറ്റ് റെസിപ്പികളിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് ക്ലേ വേണമെങ്കിലും വെച്ചിട്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ സ്കൾപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററീനെ ഒരു ചെറിയൊരു കുട്ടി ഡ്രസ്സിൻ്റെ ഷേപ്പിലേക്കാണ് മാറ്റിയെടുക്കുന്നത്. ബാക്കി കാലുകളും കൈകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ബാക്കി എക്സ്റ്റേണലായിട്ട് ചെയ്യുന്നു. ആ ബാറ്ററിയുടെ പോർഷൻ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഒരു ഫ്രോക്കിൻ്റെ ഷേപ്പിലേക്കാണ് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്ററി ആണെന്നേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ആ ഡ്രസ്സിൻ്റെ ഷേപ്പ് എത്ര ഭംഗിയിൽ വേണോ അത്രയും ക്ലേ അപ്ലൈ ചെയ്തിട്ട് ഷേപ്പ് ആക്കാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയണത് പോലെ എപ്പോഴും ആദ്യത്തെ ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയർ വെച്ച് പോവുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ക്ലേ ഉണങ്ങി വരാൻ. പക്ഷേ എന്നാലും അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ ഒരുപാട് ക്ലേ എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പം ഷേപ്പ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാറ്ററി കവർ ചെയ്തിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ ആകൃതിയിലേക്കാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മളത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ ഫേസ് സ്കൾപ്റ്റിംഗ് ഒന്നും ഞാൻ പൂർണ്ണമായിട്ട് കാണിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് കുട്ടി ഡോൾസിന് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ സെപ്പറേറ്റ് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ആൾക്കാർ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യാം കേട്ടോ. ഒരു മൈൻഡും അതുപോലെ തന്നെ സമയവും ഒത്തുവരാത്തതുകൊണ്ടാണ് ട്യൂട്ടോറിയലായിട്ട് സ്കൾപ്റ്റിംഗ് വീഡിയോ ചെയ്യാത്തത്. ട്യൂട്ടോറിയൽ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒത്തിരി സമയം പോവും. അതുപോലെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽ ക്യാപ്ചർ ചെയ്യാനും, പിന്നെ ഈ ഫോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട്, കുറച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് ടൈം വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പൊതുവേ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എഫേർട്ടും വേണം, ടൈമും വേണം. പിന്നെ അതുപോലെ സപ്പോർട്ടൊന്നും അങ്ങനെയൊന്നും കിട്ടാറൊന്നുമില്ല, ആരും കാണാറൊന്നുമില്ല വീഡിയോ. സോ അങ്ങനെ വന്നപ്പോൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. ഇനി ഒരു വലിയ ഡോൾ ചെയ്യുമ്പോഴാണ് എനിക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വരിക. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ആ സമയം കൊണ്ട് കൈകളും കാലുകളും ഒന്നും പൂർണ്ണമായിട്ട് സ്കൾപ്റ്റ് ചെയ്യുന്ന കാണിച്ചിട്ടില്ല. ഐ നോ ദാറ്റ്. ഇതിനു മുമ്പ് ഒത്തിരി വീഡിയോയിൽ നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൈയും കാലും ഒക്കെ ഏകദേശം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഡ്രസ്സിൻ്റെ പോർഷനിലേക്ക് തലയും അതുപോലെ കാലുകളും ഫിക്സ് ചെയ്തു. പിന്നെ കൈ അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം അകത്ത് ബാറ്ററി ആയതുകൊണ്ട് അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഡ്രസ്സിൻ്റെ പരിപാടികളെല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ ഒരു റഫിൾഡ് ആയിട്ടുള്ള ഒരു സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലൊരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫേസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ ആദ്യം വരച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമ്മളിവിടെ കാണിച്ചിട്ടില്ല. ആക്ച്വലി ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് മാത്രം പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നതാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയ ഒരു ഇത്തിരി വെറൈറ്റി ആയതുകൊണ്ട് ലോങ് വെർഷനും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്താണ്. ഷോർട്ടാകുമ്പം ഒത്തിരി ഡീറ്റെയിൽസ് സ്കിപ്പ് ചെയ്യേണ്ടി വരും, പിന്നെ ഒരുപാട് സ്പീഡിലേ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഡ്രസ്സിൽ നമ്മൾ പെയിൻ്റ് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഹെയറിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഓരോ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇത്തവണ നമ്മളൊരു ഷോർട്ട് ഹെയർ ആണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലാണ് കൊടുക്കുന്നത്. ഇതുപോലെ ടൂൾസ് ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു സിലിക്കോൺ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യാറ്. ഇതുപോലെ ഇംപ്രഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വല്ല നീഡിലോ പഴയ റീഫില്ലിൻ്റെ ആ നിബോ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡോളിക്കുട്ടിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി കുട്ടി കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു ബോയ് ഡോൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു, സിറ്റിംഗ് പൊസിഷനിലുള്ള ഡോളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അൺയൂഷ്വൽ തിങ്സ് ഒന്നും ഇപ്പോൾ ഡോൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. cheers.